ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഞാൻ ഉണ്ടാക്കാൻ പോണത് ക്യാരറ്റ് ഹൽവ. അതിനുള്ള നെയ്യ് എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ ക്രീം എടുത്ത് വെണ്ണയാക്കി, നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് എടുത്തോളൂ. ഞാൻ ആ വെണ്ണേനെ നെയ്യാക്കും. ഇപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണ്. പിന്നെ അതിനുള്ള പാത്രം, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഷുഗർ, പാല്, കുറച്ച് ഏലക്ക. ഞാൻ ആ ഏലക്കായിനെ ഞാൻ കുറച്ച് ഇതിൽ ഷുഗറിൽ അടിച്ചെടുക്കും. ഏലക്കായും പഞ്ചസാരയും കൂടിയിട്ട് പൊടിച്ചത്. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറയാത്തൊരു സംഗതി, മിൽക്ക് മെയ്ഡ്. നമ്മുടെ വെണ്ണ ഇതാ നെയ്യായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ ഓക്കെ, ഡയറക്റ്റ് നെയ്യിട്ടിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇടാം. ഞാനിപ്പോൾ നെയ്യ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇപ്പോൾ ഫ്രഷായിട്ട് ഉണ്ടാക്കുക ആയിട്ട് നമുക്ക് പ്രോസസ്സ് തുടങ്ങാം. വേണ്ട, നെയ്യായില്ലേ? അപ്പം അതേ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടെങ്കിൽ നെയ്യായി. നമുക്ക് ഫ്രഷ് നെയ്യ് കിട്ടി. ഇതിനെന്നാ അരിച്ചെടുക്കുക വേണ്ടു. നെയ്യ് ഒഴിച്ചു, അണ്ടിപ്പരിപ്പിട്ടു. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടിയിട്ടിടാം. ഒരു 2 സ്പൂൺ ഒഴിച്ചു നെയ്യ്. ഇനി നോക്കിയിട്ട് നമുക്ക് നെയ്യ് ഒഴിക്കാം. ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഇടാം. തിരികെ വെച്ച ക്യാരറ്റ് ഇടാം. ഇപ്പം ഞാൻ പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചിട്ട് അതിൽ കുറച്ച് പാലൊഴിച്ചിട്ട് അത് നമുക്ക് കുറച്ച് നേരം അതിട്ടിട്ട് ഇളക്കി ഒന്ന് അടച്ച് വെക്കാം. ഒന്ന് വെന്താൽ മതി. നമ്മളിപ്പോൾ പച്ച കഴിക്കുന്നില്ലേ ക്യാരറ്റ്, അപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ വേണമെന്നില്ല. പിന്നെ നമ്മൾ പാലൊഴിക്കണം. പാലൊഴിച്ചിട്ട് ഒന്നുകൂടി വറ്റിച്ചെടുക്കണം. ഓക്കെ, ഇതിപ്പോൾ ഒന്ന് നമുക്ക് അടച്ച് വെക്കാം. ഇനി അതെത്ര പാല് ഒഴിക്കുന്നത്, പാലിൽ കിടന്ന് നല്ലോണം അവിടെ. മിൽക്ക് മെയ്ഡ് ഇടുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഒരു 2 സ്പൂൺ, ഒരു ടേസ്റ്റ്. അത് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. അത് ചേർക്കണം എന്നൊന്നുമില്ല. അതേമാതിരി ഏലക്കായും തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. അതിട്ടില്ലെങ്കിലും നന്നായിരിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ബദാം ഇതാക്കി ഇടാം, പിസ്ത അതൊക്കെ ഇടാം. അതൊക്കെ നിറയെ എല്ലാം കൂടി കടിക്കുമ്പോഴേ പിന്നെ ക്യാരറ്റിന് കടിക്കാൻ കിട്ടില്ല. അപ്പോൾ അതും ഇടാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഓക്കെ, ഞാനിതപ്പോൾ ഇതിൽ ഒരു 2 എന്താ വെച്ചാൽ നമുക്ക് ഇതുണ്ടല്ലോ, മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ, അത് കാരണം നമ്മൾ അധികം മധുരമായാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇതാകുമ്പോൾ കറക്റ്റായിരിക്കും. മിൽക്ക് മെയ്ഡ് ഞാൻ കുറച്ചേ ചേർക്കുള്ളൂ. മിൽക്ക് മെയ്ഡ് ഓപ്ഷനിലാട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതി. ഒരു ടേസ്റ്റ്, കുട്ടികളല്ലേ. അപ്പം ഞാൻ ഇപ്പോൾ ബർത്ത്ഡേക്ക് ഉണ്ടാക്കണം ചെറിയ കുട്ടിയുടെ. അപ്പോൾ അവനൊരു മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റ് പറയുമ്പോൾ അതൊരു വേറെ ടേസ്റ്റ്. ഓക്കെ, നമ്മുടെ ഹൽവ റെഡിയായി. ഇനി ഒരു പാത്രത്തിൽ നമുക്ക് സെർവ് ചെയ്യാം, എന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ. നല്ല ടേസ്റ്റോടുകൂടി. ഏലക്കായി വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട, അതിൻ്റെ ടേസ്റ്റ് വേണ്ടാത്തവർ. പക്ഷെ ഇതിട്ടപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. ഭയങ്കരമായിട്ട് വെന്തിട്ടുമില്ല, എന്നാലും ഇട്ട് കടിക്കാനും കിട്ടുന്നുണ്ട്. അങ്ങനെ നല്ലൊരു സ്വാദുള്ള ഒരു ഹൽവ. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. നല്ല കുട്ടികൾക്ക് പ്രത്യേകിച്ച് ക്യാരറ്റ് അല്ലേ. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു സോ മച്ച്.